ആം ആദ്മി എംഎൽഎ ദിനേശ് മൊഹാനിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മനുശങ്കരൻ ദില്ലിയിൽ നിന്ന്. മനു, എന്താണ് സംഭവിക്കുന്നത്? നിലവിൽ ആം ആദ്മി ഒപ്പം കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വാക്പോരടക്കം വലിയ രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇന്നലെ ആം ആദ്മി എംഎൽഎ ദിനേശ് മൊഹാനിയെ വാർത്താ സമ്മേളനം നടത്തുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ കോടതി ഈ മനീഷ് സിസോദിയനെ തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ദില്ലിയിൽ ആം ആദ്മി നേതാക്കൾക്കെതിരെയുള്ള ആക്രമണം അഴിച്ചുവിടുകയാണ്, കള്ളക്കേസുകളിൽ കൊടുക്കുകയാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ദില്ലിയിൽ നടപ്പാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് മനീഷ് സിസോദിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്നത്. വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഈ മാർച്ച് മാറും എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഇവരെ നേരിടുന്നതിനായി സജ്ജരാണ്. ഒരുപക്ഷെ ഈ നിലവിലുള്ള മാർച്ച് കൂടുതൽ കലുഷിതമായാൽ ഇവരെ അടിച്ചമർത്താൻ ഉള്ള ഒരു നിർദ്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് എന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ട്. അതിനാൽ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയും സാക്ഷ്യം വഹിക്കുകയാണ്. മനു, ദില്ലിയും കേന്ദ്രവും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുകയാണ് ഈ വരുന്ന മണിക്കൂറുകളിൽ, ഈ മുഹൂർത്തങ്ങളിൽ എന്ന് കരുതാനാകുമോ ഈ സംഭവ വികാസങ്ങളിലൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ഇന്നലെ ദിനേശ് മൊഹാനിയെ അടക്കം ദില്ലി സാകേതിലെ പിന്നാലെ ദിനേശ് മൊഹാനി അടക്കം ഇത്തരത്തിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ ആം ആദ്മി സർക്കാരും BJP-യും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോര് ഉണ്ടായിരുന്നു. തങ്ങളെയെല്ലാം കള്ളക്കേസിൽ കൊടുക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് ആം ആദ്മി നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണ വിധേയരായവരെയൊക്കെ പുറത്താക്കണം, വിവാദത്തിൽ ഉൾപ്പെട്ട ആളുകളെ പുറത്താക്കി മന്ത്രിസഭ തന്നെ പിരിച്ചുവിടാൻ കെജ്രിവാൾ തയ്യാറാകണമെന്നും മറ്റുമായിരുന്നു ചില BJP നേതാക്കളും പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നത്. വലിയ രീതിയിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് കേന്ദ്ര സർക്കാരും ഒപ്പം ദില്ലി സർക്കാരും മാറുകയാണ്. ഒപ്പം NDMC ജീവനക്കാരന്റെ കൊലപാതകത്തിൽ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗിന് പങ്കുണ്ട് എന്നൊരു ആരോപണം ശക്തമായിരുന്നു. ഈ നജീബ് ജംഗിന്റെ ഈ ആരോപണങ്ങളെല്ലാം മറയ്ക്കുന്നതിനായാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ദിനേശ് മൊഹാനിയെ തിടുക്കപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പുകളിൽ അറസ്റ്റ് ചെയ്ത ഇത്തരത്തിലൊരു വിലപേശലിനാണ് എന്നുകൂടിയാണ് ഈ മാർച്ചിനിടെ ഇവർ കേന്ദ്ര സർക്കാരിന്റെ ആരോപണങ്ങൾ. നിലവിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലേക്കാണ് ഈ മാർച്ച് പുരോഗമിക്കുന്നത്. വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അരുൺ, മനു, ഒന്ന്, ഈ നജീബ് ജംഗ് കൊലപാതകം മറയ്ക്കുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന തരത്തിൽ മറ്റ് ഉപരാഷ്ട്ര പദം ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഇടപെടൽ മോദിയെ പ്രീണിപ്പിക്കാൻ അതിനുള്ള കാരണങ്ങൾ ആണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ കൂടുതൽ ഗൗരവതരമായി ഉന്നയിക്കുന്നത് എന്താണ് ഇപ്പോൾ? നിലവിൽ ഉന്നയിക്കുന്നതും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ്. നിലവിൽ ഒരു ഭരണം ദില്ലിയിൽ നടത്തുന്നതിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 14 ബില്ലുകൾ ദില്ലി നിയമസഭയിൽ പാസ്സാക്കിയെടുക്കുന്നതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒരു ബില്ല് പോലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. 14 ബില്ലുകളും തിരിച്ചയച്ചിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 14 ബില്ലുകളും തിരിച്ചയക്കുകയും ചെയ്തിരുന്നത്. ഇതിനാൽ തന്നെ യാതൊരു രീതിയിലും ക്രമസമാധാനം, ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നേരിട്ട് നിയന്ത്രിക്കുന്നു. ബില്ലുകൾ പോലും നിയമസഭയിൽ പാസ്സാക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. ജൻ ലോക്പാൽ അടക്കമുള്ള സുപ്രധാനമായ ചില ബില്ലുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇതെല്ലാം ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കൊണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു. അതിനാൽ വലിയ രീതിയിൽ ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ് ദില്ലിയിൽ നിലനിൽക്കുന്നത് എന്നാണ് ആം ആദ്മി നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്നത്. ഈ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം എത്രത്തോളം ഗൗരവതരമായി ഉപയോഗിക്കാനാണ് സാധ്യത? പ്രത്യേകിച്ച് അദ്ദേഹം ബ്രിട്ടീഷ് മോഡലിൽ ഡെക്സിറ്റ്, പൂർണ്ണമായും സ്വതന്ത്ര പദവി ദില്ലിക്ക് ഉണ്ടാകണം, അത്തരത്തിൽ ഭരണഘടനാ ഭേദഗതി വരുത്തണം എന്നതടക്കമുള്ള ഗൗരവതരമായ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലേക്കൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഈ സംഭവ വികാസങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ അദ്ദേഹം? വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്കൊക്കെ നീക്കാൻ
ദിനേശ് മഹാനി അടക്കമുള്ളവരുടെ അറസ്റ്റിനെ ആം ആദ്മി നേതാക്കൾ ഉപയോഗിക്കുന്നതെന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ദില്ലിക്ക് സ്വതന്ത്രമായി പൂർണ്ണ സംസ്ഥാന പദവി വേണം എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് ഉള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഈ 14 ബില്ലുകളും നിലവിൽ കേന്ദ്ര സർക്കാർ തിരിച്ചയച്ചതിന്റെ പിന്നാലെ തന്നെ ബ്രെക്സിറ്റ് മോഡലിൽ ഒരു നിലവിൽ ജനഹിത പരിശോധന ദില്ലിയിലും നടപ്പാക്കണം എന്നൊരു ആവശ്യം കൂടി ആം ആദ്മി നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ട്വിറ്ററിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും ഈ ചർച്ചകളും വളരെ സജീവമായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു ദിനേശ് മൊഹാനിയെ കൂടി അറസ്റ്റ് ചെയ്ത് നിലവിൽ ദില്ലി പോലീസ് വാർത്താ സമ്മേളനം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കാതെ കൊണ്ടുപോയത്. തുടർന്ന് ഈ MLA അകത്തു വച്ച് ചോദ്യം ചെയ്യുകയും തുടർന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു കോടതി തിങ്കളാഴ്ച വരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. നിലവിൽ ഒരു കൂട്ടം സ്ത്രീകൾ ആക്രമിച്ചു, കയ്യേറ്റം ചെയ്തു എന്നാണ് ഈ ആം ആദ്മി MLAക്കും അനുയായികൾക്കും എതിരെയുള്ള കേസ്. എന്നാൽ ഈ ഒരു കൂട്ടം സ്ത്രീകൾ ജലദൗർലഭ്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകാൻ എത്തിയപ്പോൾ താൻ കയ്യേറ്റം ചെയ്തിട്ടില്ലെന്ന് ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലും ദില്ലി പോലീസ് നടത്തിയിട്ടില്ല എന്നതാണ് ആം ആദ്മി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ ഒരു പരാതി ലഭിക്കുമ്പോൾ അതിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ അതും ജനപ്രതിനിധിയായ MLAയെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതും ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെ നേരിട്ട് ചുമത്തുന്നു, വ്യക്തമായ തെളിവുകൾ പോലും ഇല്ല. ആ സാഹചര്യത്തിൽ എന്ത് ക്രമസമാധാനമാണ് ദില്ലി പോലീസ് നടപ്പാക്കുന്നത് എന്നും മറ്റുമാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ ചോദിക്കുന്നത്. വിവിധ തലങ്ങളിൽ വലിയ രീതിയിലുള്ള പീഡനങ്ങളും മറ്റും സ്ത്രീകൾക്കെതിരെ നടപ്പാകുന്നു. ആ സമയങ്ങളിലെല്ലാം ദില്ലി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ദില്ലി പോലീസ് എത്താൻ തയ്യാറാകുന്നില്ല. എന്നാൽ നിലവിൽ ഒരു MLA അറസ്റ്റ് ചെയ്യണം എന്നൊരു പരാതി ലഭിച്ചപ്പോൾ പൊടുന്നനെ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയോടെ അല്ലേ എന്നാണ് ആം ആദ്മി നേതാക്കൾ ചോദിക്കുന്നത്. വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധത്തിന് ദില്ലി സാക്ഷ്യം വഹിക്കുകയാണ്. അരുൺ, സംഭവ സ്ഥലത്ത് നിരോധനാജ്ഞ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? മറ്റൊന്ന്, ഏതൊക്കെ നേതാക്കളാണ് ഉള്ളത്? ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെ പങ്കെടുക്കുന്നുണ്ടോ? നേരത്തെ കുത്തിയിരിപ്പ് സമരം അടക്കം നടത്തി അദ്ദേഹം അങ്ങനെ തെളിയിച്ചിട്ടുള്ളതാണ്. നിലവിൽ ഇപ്പോൾ മനീഷ് സിസോദിയുടെ നേതൃത്വത്തിലാണ് വിവിധ ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൂടി പ്രകടനത്തിൽ പങ്കുചേർന്നേക്കുമെന്നൊരു സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് പ്രതിഷേധം മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള രൂക്ഷമായ മുദ്രാവാക്യങ്ങളും മറ്റും ഉയർത്തിക്കൊണ്ടാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹത്തെ കൂടി സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശവും പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന സൂചനകളും സ്ഥലത്തു നിന്ന് ലഭിക്കും. അതിനാൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയാൽ ഇതിനെ നേരിടുന്നതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നതിനായാണ് ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 50-നടുത്തുള്ള ആളുകൾ ആം ആദ്മി നേതാക്കളാണ് ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുന്നത്. എന്നാൽ കൂടുതൽ ആളുകൾ കൂടി ആം ആദ്മി നേതാക്കൾ കൂടി പങ്കുചേർന്നേക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നതിനാൽ നിലവിൽ ഈ ദിനേശ് മൊഹാനിയെ പുറത്ത് വിടുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നടക്കം ഇത്തരത്തിൽ നടപടികൾ പൂർത്തീകരിച്ച് ദില്ലി പോലീസിനെതിരെ നടപടി വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് നടപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്നുകൂടിയാണ് ആം ആദ്മി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ ഇനിയും ഈ പ്രതിഷേധവും ഒപ്പം പ്രത്യാക്രമണങ്ങളും തുടർന്നു പോകാൻ തന്നെയാണ് സാധ്യത. മനു, ഒരു കാര്യം, ഈ ഉപരോധത്തിന്റെ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഗതി എങ്ങനെയാവും നിർണ്ണയിക്കപ്പെടുക? പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഇവർ മാർച്ച് നടത്തുന്നത്. പോലീസ് ഇവരെ തടയാനുള്ള സാധ്യത എവിടെ വെച്ചാണ് ഈ വാഹന വ്യൂഹത്തെ അങ്ങനെ കണക്ക് കൂട്ടിയാൽ? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മീറ്ററുകൾ മുമ്പിൽ തന്നെ പോലീസ് ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത് വലിയ രീതിയിലേക്കുള്ള ക്രമസമാധാന ലംഘനമാകും. അതിനാൽ തന്നെ മുഴുവൻ പേരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് തന്നെ നീക്കിയേക്കും. ഇപ്പോൾ ജലപീരങ്കികളും മറ്റും സ്ഥലത്ത് നേരത്തെ തന്നെ സജ്ജമാണ്. എങ്കിലും കൂടുതൽ ജലപീരങ്കികൾ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനാൽ ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചാൽ പോലും ഇവരെ മുഴുവനെയും വലിയ പ്രതിഷേധത്തിലേക്ക് പോകാതെ അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇതിനുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പിലുമാണ് മുഴുവൻ പോലീസ് സന്നാഹവും നിൽക്കുന്നത്. അരുൺ, ഇതിനെ ഒരർത്ഥത്തിൽ വളരെ ഫലപ്രദമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ കൂടുതൽ നേതാക്കൾ അറസ്റ്റ് വരിക്കുക എന്ന ദൗത്യം കൂടി ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ?
തീർച്ചയായും അത് വ്യക്തമാണ്. ദിനീഷ് മൊഹാനിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ നേതാക്കളെ കൂടി ഇത്തരത്തിൽ കള്ളക്കേസുകളിൽ പെടുത്തുന്നു. വിവിധ കേസുകൾ നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ആം ആദ്മി നേതാക്കൾക്കെതിരെയുള്ള അറസ്റ്റുകൾ തുടർന്നേക്കാം എന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധം ഉയർത്തുന്നത്. അതിനാൽ ഒരു കൂട്ട അറസ്റ്റ് സ്വീകരിക്കുക എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ദില്ലി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനാൽ ഈ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഇതൊരു രാഷ്ട്രീയമായ വലിയ രീതിയിലേക്കുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുക എന്ന തന്ത്രത്തിലേക്ക് കൂടി ഇപ്പൊ ആം ആദ്മി നേതാക്കൾ കടന്നിരിക്കുകയാണ്. അതിനാൽ ഈ പ്രതിഷേധത്തിൽ ഉൾപ്പെടുന്ന മുഴുവൻ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മറ്റും പങ്കെടുക്കുന്നുണ്ട് എന്ന് ഇവിടുത്തെ ആം ആദ്മി നേതാക്കൾ നമ്മളോട് പറയുകയുണ്ടായി. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ വലിയ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആ സംഭവം വഴിവെക്കും. ദില്ലി മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്താൽ വലിയ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ വികാസത്തിന് വഴിവെക്കും. സ്വാഭാവികമായും ഇതിനാൽ തന്നെ ഒരു വരും മണിക്കൂറുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കുമാകും ദില്ലി സാക്ഷ്യം വഹിക്കുക. അരുൺ, ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ഗൗരവതരമായാണ് ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ BJP ശ്രമിക്കുന്നത് എന്ന്. ആ നിലയ്ക്ക് ഇതിനെ എങ്ങനെയാണ് കാണാനാവുക മനു? തീർച്ചയായിട്ടും നിലവിൽ ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തുക എന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. നിലവിൽ കെജ്രിവാൾ പരിഹാസ്യനാവുകയാണ് എന്നായിരുന്നു ഇന്ന് രാവിലെ BJP അധ്യക്ഷൻ അമിത്ഷാ അടക്കം പ്രതികരിച്ചത്. അതിനാൽ സ്വാഭാവികമായും ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ നയപരമല്ലാത്ത ഒരു നീക്കം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാഷ്ട്രീയ പ്രത്യാക്രമണം നടത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പരാതി ഉന്നയിച്ച ഒരു കൂട്ടം സ്ത്രീകൾ ഇവർ പരാതി ഉന്നയിച്ചത് ജലദൗർലഭ്യം അടക്കമുള്ള പരാതികൾ അറിയിക്കാൻ ചെന്നപ്പോൾ ആം ആദ്മി MLA-യും അനുയായികളും തങ്ങളെ ആക്രമിച്ചു എന്നായിരുന്നു, കയ്യേറ്റം ചെയ്തു എന്നായിരുന്നു പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ ഒരു കൂട്ടം സ്ത്രീകൾ ചില BJP പരിപാടികളും മറ്റും പങ്കെടുക്കുന്നത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ അടങ്ങിയ ചില ഫോട്ടോകളും ഇന്ന് പുറത്തുവിട്ടേക്കും ആം ആദ്മി നേതാക്കൾ എന്നൊരു സൂചനകളും ലഭിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കനത്ത പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയും സാക്ഷ്യം വഹിക്കുകയാണ്. അരുൺ, ഇതിൽ എത്രത്തോളം ജനപങ്കാളിത്ത നിലവിൽ പ്രകടമാണ് നേതാക്കൾക്കപ്പുറം? നേതാക്കൾക്കപ്പുറം വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ആം ആദ്മി പ്രവർത്തകർ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ ആം ആദ്മി പ്രവർത്തകർക്കും മറ്റും അറിയിച്ചുകൊണ്ട് ചില യുവജന സംഘടനകളും ഈ ആം ആദ്മി പ്രവർത്തകർക്കൊപ്പം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 50ഓളം ആം ആദ്മി പ്രവർത്തകരും ഒപ്പം ചില ദില്ലിയിലെ തന്നെ ചില യുവജന സംഘടനകളുടെ ആളുകളുമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗവും ആം ആദ്മിയുടെ തലപ്പാവും മറ്റും അണിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മറ്റും ഉയർത്തിക്കൊണ്ടാണ് വസതിക്ക് മുന്നിലേക്ക് മാർച്ച് നടക്കുന്നത്. എന്തായാലും വസതിക്ക് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇവരുടെ പ്രതിഷേധം ശക്തമായാൽ മറ്റു നടപടികൾ, ജലപീരങ്കി അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കും എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കൂടുതൽ പോലീസുകാരെ കൂടി സ്ഥലത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരും സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺ, ഒരു നിമിഷം, ആം ആദ്മി പ്രവർത്തകരുടെ പ്രതികരണങ്ങളിലേക്ക്. दिल्ली के विकास कार्यों में बाधा डाली जा रही है, तो आज हम स्वयं गिरफ्तार हो रहे हैं कि मोदी जी हमें गिरफ्तार करो, लेकिन दिल्ली की जनता के साथ न्याय करो, दिल्ली की जनता के विकास में बाधा ना डालो। तो क्या मोदी जी इतने विकास कार्यों को आपका कहना है? बिल्कुल बिल्कुल, मोदी जी विकास कार्य, मोदी जी विकास कार्य रोक रहे हैं। आज हम गिरफ्तारी लेके आए, हम 67 के 67 विधायक गिरफ्तार होंगे, लेकिन दिल्ली की जनता के साथ अत्याचार बर्दाश्त नहीं करेंगे। दिल्ली की जनता का जो विकास की